ഹലോ അസ്സാം വലൈക്കും. ജിദ്ദയിൽ ഞങ്ങളെ ഫസ്റ്റ് ദിവസം കേട്ടോ, ബലദിൽ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ എലോറ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇത് നമ്മളെ ഷറഫിയയിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അവിടെ തന്നെ നല്ല ഫേമസ്, അത്യാവശ്യം നല്ല അടിപൊളി ബീഫും പൊറോട്ടയായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് ഷറഫിയിൽ തന്നെ ഈ കാക്കാൻ്റെ വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ വലതിലേക്കാട്ടോ പോയത്. അപ്പോൾ ഒരുപാട് ടാക്സി ഉണ്ട്, പക്ഷെ അവിടെ ഈ ടാക്സികളൊന്നും അങ്ങനെ ഓടാൻ പറ്റാത്തതുകൊണ്ടായി. അപ്പോൾ ഈ കാക്കയുടെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ ഇറക്കി തന്നത്. അപ്പോൾ നമ്മൾ ഷറഫിയയിൽ അവിടെ നമ്മൾ ലേഡീസിന് ഷറഫിയയിൽ റൂം എടുക്കട്ടെ ഏറ്റവും ബെറ്റർ. കാരണം ഷറഫിയ റൂം എടുക്കുമ്പോൾ നമുക്ക് നല്ല ഫുഡും മലയാളീസിൻ്റെ ഏരിയ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു സേഫാണ്. പിന്നെ ഈ കാക്ക നമ്മൾ ഓരോ വിശേഷങ്ങളും ഇവിടെയുള്ള ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ ഈ വലതിലേക്ക് അവിടെ നിന്ന് ഷറഫിയിൽ നിന്ന് 10 റിയാലാണ് കാക്ക വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബലത്തിൽ കറങ്ങാനെന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേ ഇത് നട്ടുച്ച ആയതുകൊണ്ടേ നമുക്ക് അത്ര ടൈമും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ടൈമിൽ തന്നെ പോയി കാണാമെന്നുള്ള രീതിക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. സാധാരണ ഇവിടെ അസറിന് ശേഷമാണ് ഇവിടെ ബലത് ആക്റ്റീവ് ആവുക. ഒരുപാട് മറ്റേ ഈ കച്ചവടത്തിൻ്റെ ആൾക്കാരും നല്ലൊരു ഭംഗിയായിരിക്കും ഈവനിങ് കാണാൻ. പക്ഷെ ഞങ്ങൾ ഈ ഉച്ചക്ക് പോയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവായിരുന്നു. പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് ജസ്റ്റ് കാണാമല്ലോ എന്നുള്ള രീതിക്കാണ് പോയത്. രാത്രി ഞങ്ങൾക്ക് വേറെ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയായിരുന്നു ഞങ്ങൾ തിരിച്ചു പോരാനുള്ള ഫ്ലൈറ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് ഇപ്പം ബലത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ബലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ രാത്രിയായ ഒന്നും കൂടെ നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ കാണാമായിരുന്നു, പക്ഷെ അത് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. നമ്മുടെ ഈ ജിദ്ദ നഗരത്തിൻ്റെ ചരിത്ര ഹൃദയം എന്ന് പറയുന്നതാണ് കേട്ടോ ബലത്. അപ്പോൾ പഴയ നഗരം മാത്രമല്ല, ഈ പണ്ട് കാലത്ത് ചെങ്കട വ്യാപാരവും ഹജ്ജ് തീർത്ഥാടനവും അങ്ങനെ ഹിജാസ് സംസ്കാരം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ബലദിലായിരുന്നു കേട്ടോ. അപ്പം കൂടുതൽ അറബികളെല്ലാം ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു, ഒത്തുകൂടുന്ന ഒരു ചരിത്ര പ്രദേശമാണ് ബലദ്. അപ്പോൾ ഈ പഴയ പഴയ വീടുകൾ, പള്ളികൾ, മാർക്കറ്റുകൾ, പിന്നെ നസീഫ് ഹൗസ് തുടങ്ങിയതൊക്കെ ഇതിൽ അടിപൊളിയായിട്ടുള്ള ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ഞങ്ങളുമാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഈ നട്ടുച്ചക്ക് കാണുന്ന ഈ ബലത്തിലെത്തിപ്പെടെങ്കിൽ നിങ്ങൾ പിന്നെ സങ്കടപ്പെടണ്ട കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാൻ നല്ല ഈ തണലുള്ള കുറച്ച് സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ അത്രയും ചൂടൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളവിടെ ഒരു കാക്കാൻ്റെ കട ഉണ്ട്, ഒരു മഞ്ചേരിയുള്ള കാക്കയാന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ കടയിൽ നിന്ന് നല്ല തണുത്ത ഒരു ഡ്രിങ്ക്, ഒരു അറേബ്യൻ ഒരു ഡ്രിങ്ക് കഴിച്ചു. അപ്പോൾ കുറേ നേരം അവിടെ റിലാക്സ് ആയിരുന്നേ, കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ അടുത്തൊരു സ്പോട്ടിങ്ങിലേക്ക് പോയിട്ടോ.